അവിടുത്തെ ശാരീരികമായ ഘടനകളെ സംബന്ധിച്ച് മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ. ഇതിങ്ങനെയൊക്കെയുള്ള രേഖപ്പെടുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലേക്ക് ഏതൊരു രൂപത്തെയും കൂടുതൽ വളരെ ഉറപ്പിച്ച് നല്ല ശക്തമായ മനസാന്നിധ്യത്തോടുകൂടെ നമ്മൾ പിടിച്ചു വച്ചാൽ അത് എപ്പോഴും നമ്മളിങ്ങനെ നോക്കുന്നിടത്തുകൂടി നടക്കുന്നിടത്തുകൂടെ ഉള്ള മാതിരിങ്ങനെ തോന്നും. പകല് വല്ല ചിത്രങ്ങളോ രൂപങ്ങളോ എന്തെങ്കിലും കണ്ടിട്ട് പേടി ഉള്ളിൽ കിടന്നാൽ ചിലപ്പോൾ രാത്രി ആ രൂപം നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുന്ന മാറ്റം. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമാണെങ്കിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക അത് വളരെ മഹത്വമുള്ളൊരു കാര്യമാണ്. അത് ഉണർച്ചയിലും കാണാൻ പറ്റും, സ്വപ്നത്തിലും കാണാൻ പറ്റും എന്നാണ് അവിടുന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഗ്രന്ഥരചനയും വായനയും നടക്കപ്പെടുന്നത് എന്നതാണ് ഇതിന്റെ ഒരു സത്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയിൽ വരികയാണെങ്കിൽ നബിതങ്ങൾ വായ നല്ല വലിപ്പമുള്ള ആളായി, വലിയ ചോറ്റൂരിലേക്ക് പോകും, ചെറിയ തൊള്ളയല്ല, അത്യാവശ്യം അലീമുൽ ഫമ, വായ നല്ല വലിപ്പമുണ്ട്. മുഫ്ലജുൽ അസ്നാൻ, മുൻപല്ലിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പുണ്ട്, നല്ല ഗ്യാപ്പല്ല, ചെറിയൊരു വിടവ്, അതൊരു ഒരു ഭംഗിയാണ്. പല്ലിങ്ങനെ ഇഷ്ടിക അടിക്കച്ചമാര് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിനെക്കാട്ടിലും ഭംഗി ഈ മുമ്പത്തെ രണ്ട് പല്ലും അതിന്റെ തൊട്ട് ശേഷമുള്ള രണ്ട് പല്ലും, എല്ലാ പല്ലും അല്ല, അങ്ങനെ ചിരിക്കുമ്പോ അങ്ങനെ കാണുന്ന അതേപോലെ അതൊരു നേര് ഗ്യാപ്പ് വന്നാൽ അതൊരു കുറച്ച് ഭംഗി കൂടുന്നുള്ളതാണ്. അതൊരു ഭംഗിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് അങ്ങനെയായിരുന്നു. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്ത് പിന്നെ തീരെ ചുളിവൊന്നുമില്ലാതെ വളരെ മിനുസമായി ഇറച്ചി നിങ്ങൾ ചുണ്ട് മടങ്ങി കിടക്കാതെ മിനുസുള്ള ഈ പൊമ്മക്കുട്ടിയുടെ ഒക്കെ കഴുത്തുണ്ടാവും ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അത് പണ്ഡിതന്മാർ അങ്ങനെ തന്നെയാണ് അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതേമാതിരി മിനുസുള്ള കഴുത്തായിരുന്നു, ചുളിവുണ്ടാവില്ല, കഴുത്തിൽ ചുളിവൊന്നും ഉണ്ടാകുന്നില്ല. ഒറ്റടിക്ക് നോക്കുമ്പോൾ ഈ ഡമ്മികളൊക്കെ ഉണ്ടാവില്ല, അതിന്റെ ആ കഴുത്തുണ്ടാവില്ല, നല്ല മിനുസുള്ള കഴുത്ത്, അതേമാതിരിയുള്ള കഴുത്തായിരുന്നു കഴുത്തിലേക്ക് നോക്കുമ്പോൾ. ബാദിനുൻ മുതമാസിഖുൻ, ദുർബലതയുള്ള മെലിഞ്ഞ ശരീരമല്ല, എന്താ നല്ല തടിച്ച ശരീരമല്ല. ശരീരത്തിൽ ഇറച്ചിണ്ട് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഭയങ്കര തടിയുള്ള ആളല്ല, എന്നാൽ നല്ല മെലിഞ്ഞ ആളും അല്ല, ഒരു മീഡിയം. സവാഉൽ ബത്നു വസ്സദ്റു, നെഞ്ചും പള്ളയും ഇങ്ങനെ തുറച്ചു നീങ്ങിയ നെഞ്ചും പള്ളയല്ല, രണ്ടും സമായിരുന്നു. വയറ് പൊന്തിയുന്നില്ല, ഒരു സമത്തിൽ ഇങ്ങനെയായിരുന്നു. നെഞ്ചല്ല വീതി ഉണ്ടാവുന്നു, ഇവിടെ ഇങ്ങനെ സമത്തിലാണ്, നെഞ്ചും പള്ളയൊക്കെ സമത്തിലാണ്, അങ്ങനെ പൊന്തിയിട്ടല്ല. നെഞ്ചും തന്നെ ഇങ്ങനെ ചിലരുണ്ടല്ലോ ഇങ്ങനെ, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, 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 അതാ പറഞ്ഞത്, സമത്തിലായിരുന്നു. നെഞ്ചല്ല വീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അൻവറുൽ മുതജദ്ദിദ് നയ്യുറുൽ ഉദുവിൽ മുതജദ്ദിദ് മിനശ്ശഅർ, ശരീരത്തിൽ രോമമില്ലാത്ത ഭാഗത്ത് വെളിച്ചടിക്കണ മാതിരി ഉണ്ടായിരുന്നു, പ്രകാശങ്ങൾ അടിക്കണ മാതിരി ഉണ്ടായിരുന്നു, രോമമില്ലാത്ത ഭാഗത്ത്. മുലയുടെ ഭാഗത്തും വയറ്റത്തും രോമം ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ രോമം പറഞ്ഞിരുന്നു, നെഞ്ചിന്റെ ഇവിടുന്ന് പൊക്കിള് വരെ ഒരു വര വരച്ചതുപോലെ രോമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാത്ത മറ്റു ഭാഗത്തൊന്നും രോമം ഉണ്ടാവില്ല, ഇവിടെയൊക്കെ പ്ലെയിൻ ആയിരുന്നു. ഈ സൈഡുകൾ ഇവിടെ ഇങ്ങനെ വര വരച്ച പോലെ രോമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അഷ്അറു ദിറാഇനി വൽ മൻകിബൈനി വ ആലി സദ്ർ, നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് രോമമുണ്ട്.
ചുമലിലും രോമുണ്ട്, ഈ മുഴങ്കൈമേ രോമുണ്ട്, കൈ വരെയുള്ള ഈ സ്ഥലത്തും രോമുണ്ട്. റഹ്ബുർ റാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളം കൈ നല്ല വീതി ഉണ്ടാകുന്നു. അങ്ങനെ പിടിച്ചാൽ വിരല് അല്ലാത്ത ഭാഗത്തിനാണ് ഉള്ളം കൈ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലുപ്പം ഉണ്ടാവും. അപ്പൊ നല്ലൊരു പിടി ചോറൊക്കെ എടുക്കാൻ പറ്റില്ല, വായു വലുത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നല്ല വലുപ്പം ഉണ്ടാവും. കൈ ഇങ്ങനെ കണ്ടാലേ ഉള്ളം കൈ നല്ലൊരു പപ്പടം മാറി നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. നിബിതങ്ങളെ കാൽപാദം നിലത്ത് ചവിട്ടുമ്പോ നടുവിൽ ഓട്ടം ഉണ്ടാകും. എന്നുവെച്ചാൽ പറ്റുകാലല്ല, കാലിങ്ങനെ ഫുള്ളായിട്ട് നിലത്ത് തട്ടുന്ന ആളായിരുന്നില്ല. മസീഹുൽ ഖദമൈനി, കാലുമേ വിള്ളലോ കീറലോ പൊട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ എമ്പു അനുകുമൽ മാമു, ഉദു കൊടുക്കുമ്പോഴോ അല്ലാത്തപ്പോഴൊക്കെ വെള്ളം ആയാൽ വെള്ളം പൂർണ്ണമായിട്ട് ഒലിച്ചെടുക്കുന്നു. കാലുമ വെള്ളം തങ്ങിക്കൂല, തങ്ങി നിൽക്കലെപ്പോഴാ കാലുമ വല്ല ഓട്ടെ കാല് വീണ്ടിട്ടുള്ള കീറലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വെള്ളം നിൽക്കുമല്ലോ. അങ്ങനെ വെള്ളം നിൽക്കൂല, ഫുള്ളാണ്ട് അവിടെ പോകും കാലത്തിന് അനുസരിച്ച്. ഇതാണ് നടക്കുമ്പോ ഓരോ സ്റ്റെപ്പും കാലിങ്ങനെ എടുത്തു വെക്കുക, കുവ്വത്തിൽ നല്ല പവറിലാണ് എടുത്തു വെക്കുക. നല്ല ഊരവേദനയുള്ള ആൾക്കാരിങ്ങനെ വലിച്ചുകൂട്ടി എടുക്കുമല്ലോ, അതേപോലെയല്ല കാലിനൊരു പവറുണ്ട്. നല്ല സ്ട്രോങ്ങിലാണ് നടത്തുന്നത്. നടത്തം വളരെ മിതമായ വേഗതയിലാണ്, വേഗതല്ല പതുക്കെ ഒരു മിതമായ വേഗതയിലേ നടക്കുള്ളൂ. പക്ഷെ കാലെടുത്ത് വെക്കുന്നത് നല്ല ശക്തിയിലാണ്. സ്കൗട്ടിനൊക്കെ കുട്ടികൾക്ക് കാട്ടലുണ്ട്, അതേമാതിരിയാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തകല്ലുഫിൻ ചെയ്യല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. തകല്ലുഫിൻ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയാ, നമ്മൾ അധ്വാനിച്ചില്ലേ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടാൻ വയ്ക്കും. അങ്ങനെയല്ല, നബിന്റെ പ്രകൃതി അങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് സാധാരണ അങ്ങനെ പോകുന്നു, പ്രത്യേകം എടുത്തു കാണിക്കല്ല. എടുത്തു കാണിക്കാൻ എല്ലാവരും പോയിക്കോലും ഇങ്ങനെ കാട്ടാൻ. അങ്ങനെയല്ല, പോണത് തന്നെ അങ്ങനെയാണ്, അൺകോൺഷ്യസ്ലി നടത്താം. അപ്പോ മറ്റേ മനസാന്നിധ്യം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അങ്ങനെ പോകുന്നു. പിന്നെ മുകളിലേക്ക് നോക്കുന്നതിനേക്കാൾ കുറെ നേരം താഴത്തേക്ക് ഇങ്ങനെ നോക്കലുണ്ട്, അടിയിക്ക് ഇങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ നോക്കുന്നു കുറെ നേരം. അങ്ങനെ ഒരു ശൈലിയുണ്ട്. ജുല്ലു നളരിഹി അൽ മുലാഹ, താഴത്തേക്ക് നോക്കുന്ന നോട്ടം മിക്കവാറും ഒക്കെ അൽ മുലാഹളയായിരിക്കും. എന്ന് വെച്ചാൽ തഫക്കുറുഫില്ല, അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉള്ള നോട്ടാണ്. ലാ നളറു ഹിർസിൻ, ഈ ഭൂമിയിൽ പിന്നെ കുറെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ വാരിക്കൂട്ടാനുള്ള ആലോചനയല്ല. നമ്മളിങ്ങനെ ടെൻഷനാകുമ്പോ അങ്ങനെ നിർത്തണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നിർത്തണ്ട. ഈ നമ്മളെ ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ നൃത്തമല്ല, ഒരു ഇങ്ങനെ ഒരു ആലോചനയിലൊരു നൃത്തം ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ ആലോചിക്കണം. എന്താ വെച്ചാൽ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു നൃത്തമുണ്ട്. അങ്ങനെയാണ് എന്റെ പരിചയത്തിൽ പുസ്തകം അങ്ങനെ ഉണ്ടാവും. മൂപ്പര് മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മൂപ്പര് എപ്പോഴും ഭൂമിക്ക് താഴത്തേക്ക് നോക്കിയിട്ട് കൂടുതൽ താഴത്തേക്കാ നോക്കല്. അല്ലാതെ ഇത് കണ്ടപ്പോ എനിക്ക് ആ മൂപ്പരങ്ങനെ ഓർമ്മ. മൂപ്പരങ്ങനെ കൂടുതൽ താഴത്തേക്ക് ഇങ്ങനെ നോക്കും, മണ്ണുക്ക് ഇങ്ങനെ ഭൂമിക്ക് നോക്കി ഇങ്ങനെ നിൽക്കും. ചിലപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ യസൂഖു അസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഒപ്പമുള്ളവരോട് മുമ്പിലടക്കാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലടക്കുക. നടന്നോളി, എന്നിട്ട് മുമ്പ് പിന്നിലിങ്ങനെ നടക്കണം. കണ്ടുമുട്ടുന്ന ആൾക്കാരോട് സലാം പറയാൻ വേഗത കൂട്ടും. ആദ്യം സലാം പറയാനാണ് വേഗത കൂട്ടുക, വേഗം സലാം പറയുന്നത്. ആൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് മടക്കാൻ കാത്തിക്കാതെ കാണുമ്പോൾ ആൾ ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ അങ്ങോട്ട് പറയാൻ നോക്കും. അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. അതിപ്പോ അങ്ങനെ തന്നെയല്ലോ. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണെങ്കിൽ ചില സുന്നത്തിന് നിർബന്ധത്തിനേക്കാൾ കൂലിയുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് സലാം പറച്ചിൽ. സുന്നത്തും ഫർളും നോക്കും, നിർബന്ധവും നോക്കുമ്പോൾ നിർബന്ധത്തിനാണുള്ള കൂലി ഉണ്ടാവുക. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ഇത് നിർബന്ധത്തിന് കൂലി കുറവും സുന്നത്തിന് കൂലി കൂടുതലുള്ള വിഷയമാണ് സലാം പറച്ചിൽ. അങ്ങനെ ഉണ്ട്. മാമിൻ ആമിൻ ഇല്ലാവകത്ത് ഹുസിസാണ്. ഏതൊരു പൊതു തത്വവും ചില സമയങ്ങളിൽ ഉൾട്ടാവുന്നതാണ്. അങ്ങനെയാണ് കർമ്മശാസ്ത്രം. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേരെ ചിലപ്പോൾ തിരിയും. അപ്പൊ ഫർദിനാണ് കൂടുതൽ കൂലി, സുന്നത്തിന് താഴെ കൂലി എന്നതാണ് പൊതുവായ നിയമം. പക്ഷെ അത് സലാമിന്റെ അവിടെ നേരെ തിരിച്ചാണ്. സലാമിന്റെ അവിടെ സലാം പറയുന്നവർക്കാണ് മടക്കണോലേക്കാണ് കൂലി ഉള്ളത്. എന്നാൽ പറയലോ സുന്നത്താണ്, മടക്കലോ നിർബന്ധമാണ്. ആ നിർബന്ധത്തിനല്ല, ആ സുന്നത്തിനാണ് എളുപ്പം. അഷ്കലുൽ ഐൻ, കണ്ണ് കറുപ്പുണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു.
പക്ഷെ കറുപ്പ് ഈ കൃഷ്ണമണിയുള്ള അവിടെയല്ല കറുപ്പ്, അല്ലാത്ത സ്ഥലത്ത് വെളുപ്പുണ്ടല്ലോ, ആ വെളുപ്പ് ലേശം ചുവന്ന കളർ, ചുവപ്പ് കലർന്ന കളറായിരുന്നു. തൂ വെള്ളയല്ല, കണ്ണിലെ വെള്ള ഭാഗം തൂ വെള്ളയല്ല, ഒരു ചുവപ്പ് ലേശം കളർന്നതായിരുന്നു. മൻഹൂസുൽ ആറ്റിബ്, പിന്നെ കാലിന്റെ മടമ്പുകാല്, ഈ കാൽപാദത്തിന്റെ പിൻഭാഗം മടമ്പുകാല് ഇറച്ചി കുറവായിരുന്നു. അവിടെ എല്ലിങ്ങനെ കൃത്യമായിട്ടുണ്ടാവുന്ന രൂപത്തിൽ, അവിടെ കുറെ ഇറച്ചി കട്ട രൂപത്തിലല്ല, അവിടെ വളരെ സോഫ്റ്റ് ആണ്. ബാക്കിയുള്ള ഭാഗത്തേക്ക് കഥമേനെ കുറച്ച് തടിച്ചാകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നിലേക്കല്ല, ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് തടിയൊക്കെ തോന്നുക. പിന്നിൽ നിന്ന് നോക്കിയാൽ എല്ലൊക്കെ ശരിക്കും ഇറച്ചി കുറവുള്ള ഒരു ആയിരുന്നു. തങ്ങൾ നടക്കുമ്പോൾ ഈ കാലുകൾ ഓരോ സ്റ്റെപ്പ് വെക്കണതിന്റെ ഇടയിൽ കുറച്ച് എന്തുണ്ടായിരുന്നു, മാസിയത്തിൽ വിശാലത ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാലിങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടല്ല, ആ സാധാരണ നടത്തലിന് ഓരോ അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ കണ്ണ് ഇമ്പലാണ് പതിവ്. കണ്ണിങ്ങനെ തുറന്നു പിടിക്കലല്ല, ഇങ്ങനെ തുറന്നിട്ടല്ല, വേറൊക്കെ അങ്ങനെ കണ്ണിങ്ങനെ അടച്ചമാരിയൊക്കെ എപ്പോഴും ഉണ്ടാവുക. എന്താ ആളിങ്ങനെ ഉറങ്ങുന്നു, നമ്മൾ അങ്ങനെ എന്ത് കണ്ണിമ്പി കൊണ്ട് ഒരാൾ അങ്ങനെ തോന്നൂല നമുക്ക്. അതേമാതിരി ഫുള്ളായിട്ട് ഇങ്ങനെ ചിമ്മി അടയ്ക്കാന്നുള്ളതല്ല, കണ്ണ് കൂടുതലും അടഞ്ഞ പോലെ തോന്നുക, ആ ഒരു അവസ്ഥയാണുള്ളത്. കണ്ണ് തുറന്നു പിടിക്കലല്ല പതിവ് എന്നർത്ഥം.